കലോത്സവ കാഴ്ചകളിലേക്ക്, കണ്ണൂരിന്റെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം പകലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ചില ഹർത്താലിന്റെ ചില ഭീഷണികളുണ്ട്. എന്നാൽ പോലും നന്നായി ഈ കലോത്സവ ദിനം പുരോഗമിക്കും എന്ന് തന്നെയാണ്, കവറേജിനൊന്നും തടസ്സം വരില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കണ്ണൂരിന്റെ ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണിലാണ്. കണ്ണൂരിന്റെ ഏറ്റവും പ്രൗഢമായ പാരമ്പര്യമുള്ള അറയ്ക്കൽ കെട്ടിലാണ് ഞങ്ങളുള്ളത്. അറക്കൽക്കെട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം രാജവംശമായിട്ടുള്ള അറക്കൽ രാജവംശത്തിൻ്റെ ഇന്നത്തെ തിരുശേഷിപ്പുകളാണ്. അതിൻ്റെ ആസ്ഥാനം ആണ് ഈ അറക്കൽക്കെട്ട് എന്നറിയപ്പെടുന്നത്. അവിടെ അറക്കൽ പള്ളി, ദർബാർ ഹാൾ, കൊട്ടാരം ഒക്കെ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പരിരക്ഷിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഈ രാജവംശത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ രാജവംശത്തിലെ പുരുഷന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാർ, പുരുഷ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ആദിരാജ എന്നാണ്. ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിൽ ആലിരാജ എന്നും ആഴിരാജ എന്നും ഒക്കെ വകഭേദങ്ങളുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ തലമുറ സ്വീകരിച്ചിരിക്കുന്ന പേര് ആദിരാജ എന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥാനി 90 വയസ്സുള്ള ആദിരാജ സുൽത്താന ഐഷ സൈനബ എന്ന് പറയുന്ന ബീവിയാണ്. അവരിപ്പോൾ ഇവിടെയല്ല താമസം. ഇവിടെ അവരുടെ പിൻതലമുറക്കാർ കുറച്ചു പേരാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. എന്തായാലും ചരിത്രരേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശികൾ സന്ദർശിക്കുന്ന ഒരു മ്യൂസിയമാണ് ഈ അറയ്ക്കൽ. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ കാഴ്ചകളുമായി ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. ഒപ്പം ഇവിടുന്ന് കലോത്സവ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഏതായാലും അറക്കൽ രാജവംശത്തിൻ്റെ ഒരു ചെറിയ ചരിത്രമൊക്കെ പറഞ്ഞു. ഒരുപാട് ഈ പറയുന്ന പോലെ പടയോട്ടങ്ങളൊക്കെ നമ്മൾ മറ്റു പല കണ്ണൂരിൻ്റെ പല ചരിത്ര സ്മാരകങ്ങളും എന്നതുപോലെ തന്നെ കണ്ട ഒരു പ്രദേശമാണ്. അവിടെ ഇന്ന് ഈ കലോത്സവ ദിനത്തിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ, കാര്യങ്ങൾ ഒക്കെ പറയാനുണ്ട്. ഏതായാലും ആദ്യം പോകേണ്ടത് ഇന്നലത്തെ സ്റ്റാർസ് ഓഫ് ദി ഡേ. സ്റ്റാർ ഓഫ് ദി ഡേ ആണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. പക്ഷെ ഇന്നലെ കണ്ണൂരിലെ ചുണക്കുട്ടികൾ ആ പട്ടം സ്റ്റാർസ് ഓഫ് ദി ഡേ ആക്കി മാറ്റി കൊട്ടി കയറിയാണ് അവർ ഇന്നലെ സ്റ്റാർസ് ഓഫ് ദി ഡേ ആയി മാറി. ഭരണശ്ശേരി സെന്റ് തെരേസസ് ഗേൾസ് ഹൈസ്കൂളിലെ കൊച്ചുമിടുക്കികൾ ഇന്നലെ സ്റ്റാർ ഓഫ് ദി ഡേ പ്രഖ്യാപിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് മാത്രമാണ് അവർക്ക് 1ാം സ്ഥാനം ആണ് എന്നുള്ള വാർത്ത വരുന്നത്. അതുകൂടി ഇരട്ടി മധുരമായിരുന്നു ഇന്നലത്തെ സ്റ്റാർ ഓഫ് ദി ഡേ. ആ വാർത്തയിലേക്ക്. ആരവങ്ങളോടെയാണ് കണ്ണൂരിന്റെ സ്വന്തം ബാൻഡ് ഗ്രൂപ്പിനെ കലാപ്രേമികൾ വരവേറ്റത്. ആസ്വാദകർക്ക് വേണ്ടതെല്ലാം പ്രകടനത്തിൽ കരുതിയിരുന്നു ഭരണശ്ശേരി സെന്റ് തെരേസ സ്കൂളിലെ പുലിക്കുട്ടികൾ. മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർക്കായി ഒടുവിൽ ലുങ്കി ഡാൻസും എത്തി. സ്വന്തം നാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് കുട്ടികൾ പറയുന്നു. സ്വന്തം നാട്ടിൽ വന്ന് അപ്പോൾ നമ്മൾക്ക് തന്നെ അത് ആ കിരീടം, ഞങ്ങളുടെ ബാൻഡ് മേളത്തിന് ആ കിരീടം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ സ്വന്തം മണ്ണിൽ ചെയ്യുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഗ്രൂപ്പിലെ മിക്കവർക്കും ഇത് അവസാന കലോത്സവമാണ്. 15 പേരുടെ ലാസ്റ്റ് കലോത്സവമാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് കൂടെയാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. കലയുടെ കളിയാട്ടവേദി വിടുമ്പോൾ പുതിയ ആകാശം ഇവർ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ കണ്ണൂരിന്റെ ചുണക്കുട്ടികൾക്ക് മാതൃഭൂമി ന്യൂസ് സമ്മാനിക്കുന്നു സ്റ്റാർ ഓഫ് ദി ഡേ പുരസ്കാരം. ക്യാമറമാൻ ഷാജു ചന്തപുരയ്ക്കൊപ്പം കലോത്സവ നഗരിയിൽ നിന്ന് റിബിൻ രാജു. Ira Motors Star of the Day brought to you by Ira Motors. Drive your dream, Ira Motors. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശത്തിന്റെ ആസ്ഥാനം എന്നതിനൊപ്പം ഈ മലബാറിന് കുറേ പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് മാപ്പിള കലകളുടെ കൂടി ആസ്ഥാനമാണ് മലബാർ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കലാരൂപമാണ് ഇന്ന് ഇവിടെ ഈ കലോത്സവ വേദിയിൽ നിന്ന് വന്ന ഒരു കൂട്ടം കൊച്ചുമിടുകന്മാർ അവതരിപ്പിക്കുന്നത്. കോൽക്കളി. കോൽക്കളി കൃത്യമായിട്ട് മലബാറിൻ്റെതാണ്. മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഇപ്പോഴും അത് ഉണ്ട്. എങ്കിൽ പോലും കൃത്യമായ ഇതിന്റെ വേരുകൾ മലബാർ തന്നെയാണ്. കോൽക്കളി സംഘം എത്തി. ഒരുപക്ഷെ അറക്കൽ രാജ കൊട്ടാരത്തിന്റെ ഈ കോമ്പൗണ്ടിൽ വെച്ച് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ട്രിബ്യൂട്ടാണ് നല്ലൊരു കോൽക്കളി. തൃക്കരിപ്പൂർ സ്കൂളിലെ കൊച്ചുമിടുക്കന്മാരാണ് നമുക്ക് വേണ്ടി കോൽക്കളി അവതരിപ്പിക്കുന്നത്. അവരുടെ പ്രകടനം കാണാം.
അങ്ങനെ തൃക്കരിപ്പൂരിലെ കൊച്ചുമിടുക്കന്മാർ ചവിട്ടി കൊട്ടി തകർത്ത ഒരു കോൽക്കളിയാണ് നമ്മൾ കണ്ടത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ചരിത്രം ഉറങ്ങുന്ന മണ്ണ് ഒന്ന് ചവിട്ടിക്കുഴച്ചു കോൽക്കളിയുടെ ദ്രുതതാളങ്ങളിലൂടെ. ഏതായാലും ഇനിയും ഏറെ ഈ അറക്കലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു. അറക്കലിനെ പറ്റി പറയുന്നത് രാജ്യമില്ലാത്ത രാജ്ഞിയുടെ ആസ്ഥാനം എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരുമായിട്ട് ഉണ്ടാക്കിയൊരു ഉടമ്പടി പ്രകാരം രാജ്യം മുഴുവൻ അറക്കൽ രാജവംശം വിട്ടുകൊടുത്തു. എന്നിട്ട് രാജ്ഞി എന്ന പട്ടം മാത്രം, അതായത് അറക്കൽ ബീവി എന്ന ഒരു പട്ടം അധികാരത്തിൽ വെക്കാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ ഇപ്പോഴത്തെ. പക്ഷേ ഈ സ്ഥലവും ഈ പ്രദേശവും ഒക്കെ ഇപ്പോഴും അവരുടെ കീഴിലാണുള്ളത്. സർക്കാരിന് ഇതിൽ യാതൊരു അധികാരവും ഇല്ല. ഇപ്പോൾ അവരൊരു കുടുംബത്തിന്റെ ട്രസ്റ്റാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഏതായാലും രസകരമായ ഒരു കാര്യം, ഒരുപക്ഷെ ഈ സാമ്രാജ്യത്വ ശക്തികളുമായിട്ട് കൂട്ടുകൂടുകയും അവരുമായിട്ട് യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തൊരു രാജവംശം കൂടിയാണ്. ഈ കോലത്തിരി രാജാവിന്റെ അല്ലെങ്കിൽ കോലത്തിരി രാജകുടുംബത്തിൽ നിന്നുള്ള ഒരാൾ മതം മാറിയാണ് കണ്ണൂർ അറക്കൽ രാജവംശം ഉണ്ടാക്കിയത് എന്നും സ്ഥിരീകരിക്കാത്ത അല്ലെങ്കിൽ ചരിത്രം സ്ഥിരീകരിക്കാത്ത പല പാഠഭേദങ്ങളുണ്ട് ഈ അറക്കൽ രാജവംശവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിനൊപ്പം. അതിൻ്റെ ഏത് നൂറ്റാണ്ടിലാണ് എന്നത് സംബന്ധിച്ചും 16, 17 നൂറ്റാണ്ടുകളാണ്. അതല്ല 14-ാം നൂറ്റാണ്ട് മുതലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ചരിത്രത്തിൽ വ്യക്തത വരാത്ത ഘടകങ്ങൾ കൂടിയുണ്ട്. അറക്കലുമായി ചേർത്തിട്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ അമൽ? അറക്കൽ ബീവിയെ കെട്ടാൻ അരസമ്മതം എന്ന്. അതിനെപ്പറ്റി നമുക്ക് പറയാം. അതിന് മുന്നേ സ്റ്റാർ ഓഫ് ദി ഡേ മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏറ്റവും അർത്ഥപൂർണമായ ഒരു പുരസ്കാരം നൽകുന്നതാണ് മാതൃഭൂമി സ്റ്റാർ ഓഫ് ദി ഡേ. കലോത്സവ വേദിയിലെ ഓരോ ദിവസവും കണ്ടെത്തുന്നു മാതൃഭൂമി ന്യൂസ് താരങ്ങളെ. അത് അതിജീവനത്തിന്റെ കഥയാകാം, അല്ലെങ്കിൽ ആഘോഷത്തിന്റെ കഥയാകാം. ഏതായാലും ഇന്നും ഒരു സ്റ്റാർ ഓഫ് ദി ഡേ ഇന്നത്തെ താരം കാത്തിരിക്കുന്നുണ്ട്. ആ താരത്തെ അന്വേഷിച്ച് മാതൃഭൂമി ന്യൂസിന്റെ പ്രതിനിധികൾ ഓരോ കലോത്സവ വേദിയിലും ഉണ്ടാകും. സ്റ്റാർ ഓഫ് ദി ഡേ. Motors Star of the Day, brought to you by Ira Motors. Drive your dream, Ira Motors. ഏതായാലും വൈഷ്ണവിനെ ഇന്നലെയും നമ്മൾ കണ്ടിരുന്നു അവിടെ കലോത്സവ വേദിയിൽ നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ വൈഷ്ണവിനെ ഇവിടെ ഈ അറക്കൽ പള്ളിയുടെ മുന്നിൽ നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ മിടുക്കനാണ്, ഒരു ബഹുമുഖ പ്രതിഭയാണ്. സംഗീതത്തിന്റെ പല മേഖലകളിലും കൈവച്ച ഒരാളാണ്. ഒപ്പം തന്നെ ഒരു വലിയ നാഷണൽ ചാനൽ അല്ലെങ്കിൽ ദേശീയ ചാനൽ നടത്തിയ റിയാലിറ്റി ഷോയിലൊക്കെ വളരെ മികച്ച പ്രകടനം നടത്തിയ ഈ ആള് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നേ ഉള്ളൂ, പുലിയാണ്. എന്തൊക്കെയാണ് ഇത്തവണ ഏതിലൊക്കെയാണ് മത്സരിക്കുന്നത്? ഏതിലൊക്കെയാണ് നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ അറക്കൽ കൊട്ടാരത്തിന്റെ ഒരു പശ്ചാത്തലത്തിനൊക്കെ പറ്റുന്ന ഒരു പാട്ട് പാടി തുടങ്ങിയാലോ? വളരെ സന്തോഷം. ഒരു മിനിറ്റ്.
उज़र आने में भी है और बुलाते भी नहीं, बाइसे तर्क मुलाकात बताते भी नहीं, उज़र आने में भी है और बुलाते भी नहीं. ആഹാ, എന്തൊരു സന്തോഷം അല്ലേ. രാവിലത്തെ മൂഡിന് ഏറ്റവും ചേരുന്ന വിധത്തിലുള്ളൊരു പാട്ട് തന്നെ നമുക്ക് പാടിത്തന്നു. ഇനി കൂടുതൽ പാട്ടുകളൊക്കെ തയ്യാറാക്കി വെക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം